ഒരാളിങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന അയാൾ ഇത്തരത്തിലെത്തിയില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തെ വളർത്തുന്നതിൽ പ്രധാന പങ്കുവച്ച ഒരാളാണല്ലോ ഷാഫി. അവസാനം ഇതുവഴി എത്തിയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിയത് ഷാഫി പറമ്പിലല്ലേ? കോൺഗ്രസിന്റെ നേതൃത്വം എന്നുള്ള നിലയിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും അങ്ങനെ ഒരു പിന്തുണ അദ്ദേഹം കൊടുത്തത് ശരിയാണോ? അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇതുപോലുള്ള പ്രതികരണങ്ങൾ വരുത്തുന്നതിന് ഇടവരുത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതോടെ അധ്യായം അവസാനിച്ചു എന്ന് കോൺഗ്രസ് പറയുന്നു. ഒപ്പം ധാർമ്മികതയുടെ ഗ്രൗണ്ടിൽ CPM-നേക്കാൾ മുകളിൽ ഇതാ ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് ധാർമ്മികത? നടപടി എടുത്തതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം തീരുവോ? നമ്മൾ കാണേണ്ടത് ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ക്രിമിനൽ വൽക്കരണം നടക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പങ്കെടുത്തു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചില്ലേ കോൺഗ്രസ് ഇതുവരെ? ഇന്നും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് അല്ലേ? ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഒളിച്ചു കിടക്കാൻ കഴിയുമോ കോൺഗ്രസിന്റെ സംരക്ഷണം ഇല്ലെങ്കിൽ? അതാണ് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടതാണ്. അപ്പോൾ ഇത്തരം നിലപാടുകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് ഗർഭം ധരിപ്പിക്കുക, എന്നിട്ട് ആ ഗർഭം അലസിപ്പിക്കുക, അതിന് വളരെ കടുത്ത മരുന്ന് കൊടുക്കുക, പാടില്ലാത്ത മരുന്ന് കൊടുക്കുക, ഇതൊക്കെ നടന്നില്ലേ? അങ്ങനെ നടന്ന സമയത്ത് ഇത് സംബന്ധിച്ച് പെൺകുട്ടി ആദ്യം പറഞ്ഞ് പരാതി ഒന്നും കൊടുത്തില്ല. ഇതെല്ലാം അവർ നിഷേധിച്ചില്ലേ? പരാതി കൊടുത്ത സമയത്തോ എന്താ നിലപാട്? ഈ പരാതി കൊടുത്ത പെൺകുട്ടിയെ അവർ അവമാനിച്ചില്ലേ? അവരാക്ഷേപിച്ചില്ലേ? അത് ശരിയാണോ? ഇതാണ് ഞാൻ പറയുന്നത്. ഒരു ക്രിമിനൽ വൽക്കരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കി ഈ കാര്യങ്ങൾ എന്താണ് കോൺഗ്രസ് ഇത്തരം പ്രശ്നങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവർ ഒരുപടി കൂടി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ യോജിപ്പുണ്ടായിട്ടുണ്ടോ? ഇപ്പം അവർ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തപ്പം മുൻ KPCC പ്രസിഡന്റ് സുധാകരന്റെ അഭിപ്രായം എന്താ? സുധാകരൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് കോൺഗ്രസ് വേദിയിൽ വരാം, അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നീടാണല്ലോ ഈ പെൺകുട്ടി ഈ ഒരു പത്രപ്രവർത്തകയാണ്, അവർ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക്. ആ പരാതി കൊടുത്തപ്പം ആ പരാതി കൊടുത്ത നിലപാടിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് തന്നെ വന്നു. ഇതെല്ലാം കോൺഗ്രസിനകത്ത് നടക്കല്ലേ? അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ഇത്ര ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് എന്നുള്ളത് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർ പോലും അവരുടെ മുമ്പിൽ പറഞ്ഞിട്ട് അത് പരിഗണിച്ചില്ല എന്നുള്ളതെല്ലാം ആക്ഷേപമല്ലേ അവർ ഉന്നയിക്കുന്നത്. ഈ രാഹുലുമായുള്ള വ്യക്തിബന്ധം വെച്ച് ഷാഫി പറമ്പിലിനെ ബോധപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്. ഷാഫി പറമ്പിൽ എടുക്കുന്ന നിലപാടാണ് പരിശോധിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിയത് ഷാഫി പറമ്പിലല്ലേ? കോൺഗ്രസിന്റെ നേതൃത്വം എന്നുള്ള നിലയിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും അങ്ങനെ ഒരു പിന്തുണ അദ്ദേഹം കൊടുത്തത് ശരിയാണോ? അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇതുപോലുള്ള പ്രതികരണങ്ങൾ വരുത്തുന്നതിന് ഇടവരുത്തുന്നത്. അത് കോൺഗ്രസ് തന്നെയാണ് പരിശോധിക്കേണ്ടത്. എൻ്റെ അഭിപ്രായം, കോൺഗ്രസിനകത്ത് ഒരു ക്രിമിനൽ വൽക്കരണം നടക്കുകയാണ്. അതിന് ആരൊക്കെയാണ് അതിൻ്റെ മുൻപന്തിയിൽ എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അത് പരിശോധിച്ച് ഈ നാടിൻ്റെ സാംസ്കാരിക നിലപാട്, നാടിൻ്റെ പൈതൃകം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള സമീപനമാണ് അവർ സ്വീകരിക്കേണ്ടത്. ഇവിടെ കഴിഞ്ഞ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്താ യഥാർത്ഥം സംഭവിച്ചത്? ജനങ്ങളെ വിഭജിക്കാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മുൻകാലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയാണിപ്പോൾ. അതിൽ ഇപ്പോഴത്തെ MP ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴുതിമാറുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അതാണ് അവർ തിരുത്തേണ്ടത്. അല്ല, കോൺഗ്രസ് ഇത് മാത്രമല്ല പ്രശ്നം. വയനാട്ടിൽ എത്ര കോൺഗ്രസ്സുകാർ ആത്മഹത്യ ചെയ്തു? അത് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുണ്ടാവും, അവരുടെ നിലപാടുണ്ടാവും. കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ടവരും കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരും ആത്മഹത്യ ചെയ്യാണ്. അവർ വഞ്ചിതരായിട്ട്, സഹിക്കാൻ കഴിയാഞ്ഞിട്ട്. ആ നടപടി ഇതില്ലേ? അത് കോൺഗ്രസിൻ്റെ വികൃത മുഖല്ലേ ഇവിടെ കാണുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ പഴയ പാരമ്പര്യത്തിലോ പഴയ രീതിയിലോ കോൺഗ്രസ് നിൽക്കുന്നില്ല. കോൺഗ്രസ് ഒരു പുതിയ ക്രിമിനൽ വൽക്കരണ സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രയാസങ്ങളല്ല, അതിൻ്റെ ദുരിതങ്ങൾ അവർ നേരിടണം. അവർ കറക്ഷന് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വന്നിട്ട് നാട് രക്ഷിക്കാനുള്ള നടപടി. ഈ ഷാഫിയെ മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ക്യാമ്പയിൻ മുഴുവൻ. ഷാഫി വരുന്നിടത്തൊക്കെ വലിയ ആള് കൂടുന്നു. ശരിക്കും ഷാഫിയെ ഭയക്കുന്നുണ്ടോ? ആര് ഭയക്കുന്നു? ഞങ്ങൾക്കൊരു ഭയവുമില്ല.
ഞങ്ങൾക്ക് അയാൾ ഏത് തരത്തിലുള്ള നിലപാടെടുത്ത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അയാൾ സ്വീകരിക്കുന്ന നിലപാട് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതാണോ എന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം പരിശോധിക്കും. എന്നിട്ടൊരു അഭിപ്രായത്തിലേക്ക് എത്തും. ഒരാളിങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് അയാൾ ഇത്തരത്തിലെത്തിയില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തെ വളർത്തുന്നതിൽ പ്രധാന പങ്കുവച്ച ഒരാളാണല്ലോ ഷാഫി. അവസാനം ഇതുവഴി എത്തിയില്ലേ? അതെല്ലാം നിങ്ങൾ പരിശോധിക്കും. ഓരോരുത്തരുടെ ഇപ്പം ഞങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഞങ്ങളെങ്ങനെ ജീവിക്കുന്നു എന്നെല്ലാം ഈ ഒരു അന്വേഷണ വിധേയമാക്കുകയാണെങ്കിൽ പത്രക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് നിങ്ങൾ പരിശോധിക്കുക. എവിടെയാണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കുക. ഞങ്ങൾ